ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ലുലുവിൽ പോയതാണ്. ട്രാവലിംഗ് വ്ളോഗാണ്. എന്നത്തെ പോലെ ജ്വല്ലറി മേക്കിങ്ങോ ഹെയർ ആക്സസറീസോ ഒന്നുമല്ല. നമ്മൾ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും മക്കളെ ലുലുവിൽ കയറാതെ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് എന്നാൽ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നാൽ ഇന്നത് ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നമ്മുടെ മേക്കിംഗ് വീഡിയോസ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിനി തിരിഞ്ഞെത്തണം അങ്ങോട്ട് കേട്ടോ. അപ്പോൾ മെട്രോ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മെട്രോ അതിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട്. മെട്രോയിൽ ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. മെട്രോയിൽ കയറാൻ നമ്മൾ വണ്ടിക്ക് വരുന്ന കാരണം മെട്രോയിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളിതാ ലുലുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ വരുന്ന വഴിയൊന്നും അധികം എടുത്തിട്ടില്ല. കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന്, പക്ഷേ ഞാൻ അങ്ങനെ വഴിയൊന്നും അധികം എടുത്തില്ല. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ലുലുവിൻ്റെ ഫ്രണ്ട് ഭാഗം. നമുക്ക് മെട്രോയിൽ വരികയാണെങ്കിൽ മെട്രോയിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഫ്ലൈ ഓവറിൽ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന എൻട്രൻസ് ഉണ്ട്. ഞാൻ കയറിയിട്ടില്ല, അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതേ ലുലുവിൽ ഓണത്തിൻ്റെയൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കണ്ടില്ല, കാരണം ഒരുപാട് ലേറ്റാവും, വൈകിട്ടാന്ന് തോന്നുന്നു പരിപാടി. എനിക്കറിയില്ല എപ്പോഴാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറുന്ന ഭാഗങ്ങൾ കാണാം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഒരു ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 1:30 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തുമ്പോൾ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. മക്കൾക്ക് ലുലുവിന്ന് കഴിക്കണമെന്നായിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റായ കാരണം മോൾക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് കഴിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകുന്ന വീഡിയോസ് കാണാം. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കുകയാണ്. മക്കൾ ഭയങ്കര ഹാപ്പിയായി, അവർ നല്ല ത്രില്ലിലാണ്. ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഇവിടെ പോയി അവിടെ പോയി എന്നുള്ള വിശേഷങ്ങളൊക്കെ പറയാമല്ലോ. അപ്പോൾ അത് കാരണം അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പർച്ചേസിംഗ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1-2 ഐറ്റംസ് വാങ്ങിച്ചു. അല്ലാതെ വേറെ പർച്ചേസിംഗ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് എല്ലാവരുടെയും ഒന്ന് ഇറങ്ങി നടക്കുക എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഓണായിട്ട് എന്തൊക്കെയോ ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ കയറ്റിയില്ല. ആദ്യം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് കയറിയത്. വെറുതെ ജസ്റ്റ് വാങ്ങിക്കുക, പർച്ചേസിങ്ങിനൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കാണാനായിട്ട്. പിന്നെ മോൾക്ക് ഇങ്ങനെ പെൺകുട്ടികളാണല്ലോ, അവർക്ക് ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ല. അവളിങ്ങനെ നോക്കി പോകുന്നുണ്ടായിരുന്നു. അവളേലും വലിയ ഡ്രസ്സുകളാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. ഞങ്ങളിങ്ങനെ നോക്കി നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ്, നല്ല റേറ്റും ഉണ്ടായിരുന്നു, നല്ല കളേഴ്സായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. നമുക്കതിങ്ങനെ അവിടെ ഡിസ്പ്ലേയിൽ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്, നല്ല കളേഴ്സായിട്ട്. ജസ്റ്റ് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി. അവരിങ്ങനെ നോക്കി, മക്കളിങ്ങനെ ഓരോന്ന് നോക്കി, അങ്ങനെ കറങ്ങി. അവിടെ ക്ലോത്ത് മാത്രമല്ല, ഷൂസ് എല്ലാത്തിൻ്റെയും ഉണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ക്ലോത്തിൻ്റെ മാത്രമാണെന്ന് വിചാരിച്ചു, പക്ഷേ ഉള്ളിലോട്ട് എല്ലാം ഉണ്ട്. മറ്റേ ചെരുപ്പുകൾ, ഷൂസ് എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അതാ മോളിങ്ങനെ ഓരോന്ന് പിടിച്ച് നോക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമായി, എല്ലാ കളറും നല്ല ഇഷ്ടമായി. അതുപോലെ ആ ചെരുപ്പുകൾ അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ നോക്കിയൊക്കെ ബ്രാൻഡഡ് ഐറ്റംസാണ്. പിന്നെ ഇതാ ഓർണമെൻറ്റ്സിൻ്റെ ആ സെക്ഷനും ഞാൻ അതിൻ്റെയൊക്കെ പിക്ക് എടുത്ത് വെച്ചു. കാരണം നമുക്ക് ആവശ്യം വരുമല്ലോ, നമുക്ക് മോഡൽ കിട്ടിയാൽ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പിക്കൊക്കെ എടുത്ത് വെച്ചു. അവളിങ്ങനെ നോക്കുന്നുണ്ടല്ല. പിന്നെ ഞാനിങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ ഇടില്ല, അപ്പോൾ അത് കാരണം ഞാനത് വാങ്ങിക്കാൻ നോക്കിയില്ല. അപ്പോൾ ജ്വല്ലറിയുടെ ഒക്കെ ഞാൻ പിക്കുകൾ എടുത്തു പരമാവധി, കാരണം നമുക്ക് യൂസ്ഫുള്ളാണല്ലോ മോഡൽസുകളൊക്കെ ചെയ്യാനായിട്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയാസിൽ ചെയ്യാമല്ലോ. അപ്പോൾ അത് കാരണം പിക്കുകൾ എടുത്തിരുന്നു. പിന്നെ അവർ പാൻറ്റൊക്കെ നോക്കിയിരുന്നു, പക്ഷെ എടുത്തില്ല. നമ്മൾ മാക്സിൽ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ മാക്സിൽ വന്നിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ലേറ്റായി. ഞങ്ങളുടെ അടുത്ത് മാക്സിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, വേഗം എടുത്ത് പോരുക ചെയ്തത്. കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് ഇങ്ങനെ നല്ല രസമുണ്ട്, നല്ല കളേഴ്സ്. എനിക്ക് നല്ല ഇഷ്ടമായി, കളറുകളൊക്കെ നല്ല കളറുകൾ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മോൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ ഓരോ ഡ്രസ്സും അതുപോലെ ഹെയർ ബാൻഡുകളും ഒക്കെ കണ്ടപ്പോൾ ഒക്കെ നോക്കി. മോനും അതെ, നമ്മൾ ഇത് അവൾക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വാങ്ങിക്കണ്ട, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പതുക്കെ പോകുന്നത്. ആ ഷൂവിൻ്റെ സെക്ഷൻ, അത് മോനാണ് കേട്ടോ പോയി. ഷൂവിൻ്റെ സെക്ഷനൊക്കെ അവൻ പോയി നോക്കുമായിരുന്നു. അപ്പോൾ ഇനി മുത്തച്ഛൻ വരുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോന്നും പറഞ്ഞ് വരുന്നുണ്ട്. ഇതാ ഷർട്ടിൻ്റെ അവിടേക്ക് എത്തിയതാണ്. അവൻ ഷൂവിൻ്റെ അടുത്തുനിന്ന് പോരുന്നുണ്ടായില്ല, അവൻ നോക്കി വെച്ചിട്ടുണ്ട് മുത്തശ്ശൻ വരുമ്പോൾ പോയി വാങ്ങിക്കാനുള്ള ഷൂ ഒക്കെ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ കറങ്ങുക, അത്രേ ഉള്ളൂ. നമുക്ക്
മക്കൾക്ക് അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കറങ്ങുക. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ അധികം ഷോപ്പുകളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവൾക്ക് കളിക്കാനും മെയിനായിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ ബാഗിൻ്റെ ഷോപ്പിലൊന്നും ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് കാണുക എന്നുള്ള ഇതല്ലേ ഉള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. അവർക്ക് വേഗം എല്ലായിടത്തും ഡ്രസ്സിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം കളിക്കുന്നിടത്തേക്ക് പോകാമെന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ട കാരണം അവരെ ഇങ്ങനെ പതുക്കെ പിടിച്ച് നിർത്തുമായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് പോകുന്നു പറഞ്ഞു. കാരണം അവർക്ക് കളി എന്നുള്ള ആ ഒരു ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ഒന്നും നോക്കില്ല. അവർക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു ധൃതിയായിരുന്നു. പിന്നെ അതേപോലെ കോസ്മെറ്റിക്സ് ഒന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് കാരണം ഞാൻ ആ സെക്ഷനിലേക്ക് നോക്കിയില്ല. പിന്നെ ഇങ്ങനെ ഓരോ ഓണത്തിൻ്റെയൊക്കെ അവരുടെ സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികൾ അതൊക്കെ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ജ്വല്ലറി ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ വീണ്ടും കയറി. കാരണം നമുക്ക് ഫോട്ടോ എടുക്കുക ആ ഒരു ലക്ഷ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ പിക്കുകൾ എടുത്തിട്ടുണ്ട്. ജിമുക്കാസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വലിയ ടൈപ്പും അതുപോലെ തന്നെ റേറ്റും ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് പിക്ക് എടുത്ത് വെച്ചു, അത്രയേ ഉള്ളൂ. അതേപോലെ അവിടെ അതിൻ്റെ തന്നെ ചെയിനുകളും ഒക്കെ കണ്ടു. അപ്പോൾ അത് മോനെ എനിക്ക് കാണിച്ചത്. നമ്മതേ ഈ മോഡലൊക്കെ നോക്കി വെച്ചു. അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനാണ് നോക്കിയിരുന്നത്. അതിൻ്റെ റേറ്റൊക്കെ നോക്കി എനിക്ക് പറഞ്ഞു തരായിരുന്നു. നമ്മൾ ഇതിന് ഇത്ര റേറ്റ് ഉണ്ട്, അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അതാണ് ആൾ പറയുന്നത്. ആ മാല കണ്ടപ്പോൾ അവന് ഇഷ്ടമായി. അപ്പോൾ അത് നോക്കാൻ പറ്റുമോ അമ്മേന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു, ഇറങ്ങി വേഗം. അവർ ചീത്ത പറയുമോ ഭാഗ്യം, ചീത്ത പറയാൻ ഭാഗ്യം. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തോട്ടെ എന്നുള്ളത്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ, വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് വീഡിയോ എടുത്ത് അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് അവിടെ മോള് അങ്ങനെ കയറിയില്ല. മോള് വേഗം ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ ചേട്ടൻ വേഗം പിടിച്ചിട്ട് പോയി. അല്ലെങ്കിൽ അവൾ അവിടെ നിന്ന് പോരില്ല. കാരണം അങ്ങനത്തെ ഐറ്റംസ് കണ്ട് അവൾ അവിടെ നിന്ന് പോരേയില്ല. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് വേഗം ചേട്ടൻ പിടിച്ചിട്ട് പോയി മോളെ. പിന്നെ അത് അവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഓരോ ദിവസം ഓരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പൂക്കളം വാടി തുടങ്ങി, ഓണത്തിനിട്ടതാന്ന് തോന്നുന്നു. അപ്പോൾ അത് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ നെയിൽ പോളിഷ് ഭാഗ്യത്തിന് മോള് കണ്ടില്ല. അല്ലെങ്കിൽ അവളത് മുഴുവൻ എടുത്ത് നോക്കിയെന്നായിരുന്നു. അവളത് കണ്ടില്ല, അപ്പുറത്തെ സൈഡിൽ കൂടെ പോവായിരുന്നു. പിന്നെ ബാഗിൻ്റെ സെക്ഷൻ അവിടെയും ഞാൻ ജസ്റ്റ് കയറി. കാണാൻ നല്ല കളേഴ്സാണ്. അപ്പോൾ ഞാനത് വീഡിയോയിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയും ജസ്റ്റ് ഒന്ന് കയറി. പിന്നെ എനിക്കങ്ങനെ ബാഗിനോട് അങ്ങനെയുള്ള ക്രൈസൊന്നും ഇല്ല കേട്ടോ. ബാഗ് അങ്ങനത്തെ ക്രൈസൊന്നുമില്ല. അപ്പോൾ അത് കാരണം പിന്നെ അങ്ങനെ നമ്മൾ വാങ്ങി കൂട്ടുന്നില്ല. ആവശ്യത്തിനൊരു ബാഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒന്നും അധികം യൂസ് ചെയ്യൂല. പിന്നെ ലോങ്ങൊക്കെ പോകുമ്പോഴാണ് അങ്ങനെ എടുക്കുകയുള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ കല്ലിൽ ഉണ്ടാക്കിയ രൂപങ്ങളായിരുന്നു. ഗണപതി, ആന, അങ്ങനെ കുറേ. അവിടെയൊക്കെ നല്ല റേറ്റുള്ളത്. ഒരു ഗണപതിയുടെ കണ്ടത് 1,50,000 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. 1,50,000 രൂപയാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു റേറ്റ്. ഇതിന് ഈ ആനയ്ക്കാണത്. ഗണപതിക്ക് 2 ലക്ഷം അത്രയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു. കല്ലിലാണ് പണിതിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് ആ ഗെയിമിൻ്റെ അവിടേക്ക് എത്തി. ഓരോ ഗെയിമുകൾ കണ്ട് അങ്ങനെ ഞങ്ങൾ കറങ്ങി. ആദ്യം കാർഡ് എടുക്കാൻ പോയ നേരം കൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോസ് എടുത്തതാണ്. ഇനി മോൻ ട്രെയിനിൽ കയറുന്നുണ്ട്. അവൾ ഒറ്റയ്ക്ക് കയറിയിട്ടാ. മോൾക്ക് പേടിയാവും. മോളെയും കൊണ്ട് കയറാനായിട്ട് നിന്നപ്പോൾ അവൾക്ക് പേടി. അപ്പോൾ അവൾ കയറിയില്ല. അപ്പോൾ അവൻ തന്നെ കയറിയ ട്രെയിനിൽ 3 റൗണ്ട് അത്രയേ ഉള്ളൂ. എന്നാലും അവർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അവൻ അതിൽ ഒറ്റയ്ക്ക് കയറി. അത് കഴിഞ്ഞ് പിന്നെ അവളെ അതിൻ്റെ സമയത്ത് വേറെ കാർ റേസിങ്ങിലാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി. അപ്പോൾ മോളും അച്ഛനും അങ്ങോട്ട് പോയി. അപ്പോൾ കിട്ടില്ല മോനൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടില്ല. അതിങ്ങനെ കറങ്ങുകയാണെങ്കിൽ. എന്നാലും ഞാനൊരു വീഡിയോ എടുത്താൽ ഒറ്റയ്ക്കായിരുന്നു ഇരുന്നിരുന്നൊരു പേടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പേടിയാവുമോ എന്നുള്ളത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒറ്റയ്ക്ക് പോയി വന്നു. ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് ആൾ. വലിയ വർത്താനൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. എന്നാലും ആൾ കയറാൻ പോയപ്പോൾ 3 ആളും കൂടി പോയത്. അച്ഛനും മക്കളും കൂടിയാണ് പോയത്. പക്ഷെ പെട്ടെന്നാണ് ചേട്ടൻ കയറണില്ല, മോൾക്ക് പേടിയാന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കൊരു പേടി ഉണ്ടായി. അവൻ ഒറ്റയ്ക്ക് കയറി അങ്ങനെ ആവുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾക്ക് ഇഷ്ടമായി. നാളെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മോളെയും കൊണ്ട് ആ കാറിലേക്കാണ് പോയത്. അവിടെ കയറി. അവർ 2 അച്ഛനും മോളും കൂടി കയറി. അവന് ട്രെയിനിൽ ഇരുന്നിട്ട് തല കറങ്ങണമെന്ന് പറഞ്ഞു. മോനെയും മോളെയും വിടാനാണ് വിചാരിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, എനിക്ക് ട്രെയിനിൽ കയറിയിട്ട് തല കറങ്ങണ പോലെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പോണില്ല എന്ന്. അപ്പോൾ അങ്ങനെ അവർ അച്ഛനും മോളും കൂടി പോയി. അവൾക്കും പേടിയുണ്ട് ആൾക്ക്. പക്ഷെ എന്നാൽ കയറും വേണം. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ആളിരിക്കുന്നത്. മറ്റു വണ്ടി വന്ന് ഇടിക്കുമ്പോൾ ഒക്കെ ചെറിയൊരു പേടിയുണ്ട്. എങ്കിലും ഇഷ്ടമാണല്ലോ അവർക്ക്. എന്തായാലും പേടിയുണ്ടെങ്കിൽ അവരത് കാണിക്കില്ല. അവർക്ക് എല്ലാത്തിലും കയറണം എന്നാണല്ലോ. അപ്പം അങ്ങനെ അവർ കയറി. ഇനി കാർ റേസിംഗ് ആണ്. ബോറടിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മ്യൂസിക് ഇട്ടാൽ മതി ഇടയിൽ. പക്ഷേ നിങ്ങൾക്ക് ബോറടിച്ചാലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വർത്താനങ്ങൾ പറയുന്നത്.
അപ്പം ഇനി എൻ്റെ വർത്താനം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിലൂടെ പറയണം കേട്ടോ. വർത്താനം ബോറടിക്കുന്നുണ്ടെങ്കിലും പറയണേ. ഞാൻ ഇങ്ങനത്തെ വ്ളോഗുകൾ അധികം ഇടാറില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ പോയ കാരണം അങ്ങനെ എടുത്തിട്ടതാണ്. അങ്ങനെ അധികം പോയാലും ഞാൻ വീഡിയോസൊന്നും എടുക്കാറില്ല. ഇന്നിപ്പോൾ എടുത്തു. അപ്പം എന്നാൽ ഒരു വീഡിയോ അങ്ങനെ ഇടാം. ഓണത്തിൻ്റെ പിറ്റേ ദിവസമല്ലേ, നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മേക്കിംഗ് വീഡിയോസിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഒരു വീഡിയോ വെറുതെ ദിവസം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയപ്പോൾ എടുത്തു. അപ്പം എന്നാൽ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. അപ്പം ഞാൻ മേക്കിംഗ് വീഡിയോസായിട്ടാണ് ഇനിയും വരിക. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞോളൂ കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്ന്, എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് ഈ വീഡിയോയിലൂടെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് അല്ല, മേക്കിംഗ് വീഡിയോസാണ് എൻ്റെ ചാനലിൽ. അപ്പോൾ എല്ലാവരും പോയി ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. പുതിയതായിട്ട് കാണുന്നവർ അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. ഇനിയും മേക്കിംഗ് വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് പോയത് ഇതുപോലെ എന്തോ കാറാന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇതിൽ കയറി, ട്രെയിനോ കാറോ എന്തോ, ട്രെയിനാണ് കേട്ടോ, കാറല്ല ട്രെയിനാണ്. അത് അതിൻ്റെ ഉള്ളിൽ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ് തിരിക്കുന്നതിനനുസരിച്ച് ആ വണ്ടി അതിൽ പോകുന്നതാണ്. അപ്പോൾ അവളിങ്ങനെ ഇരുന്ന് തിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കണ്ട അങ്ങനെ പിടിച്ച് പോകാനൊക്കെ. കുറച്ച് നേരമൊക്കെ അതിലിരുന്നു. ആൾക്കങ്ങനെ ഇങ്ങനെയുള്ളതിലൊക്കെയാണ് ആൾക്കിഷ്ടം. ആൾക്ക് ഈ പേടിക്കുന്ന സംഭവങ്ങളൊന്നും ആൾ കയറില്ല. പിന്നെ എല്ലാ ഇതിലും കയറി ഇതിൻ്റെ ഒന്നും വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ ഞാൻ എടുത്തു. കാരണം രണ്ടാളും രണ്ട് സൈഡിലായ കാരണം എനിക്ക് അങ്ങനെ രണ്ടാളും കൂടി ചെയ്യുന്നത് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മോൻ കളിച്ചതൊക്കെ കുറച്ചൊക്കെ എടുത്തു. ഇവളുടെയും അതേപോലെ കുറച്ചൊക്കെ എടുത്തു. കുറേ റൈഡിൽ കയറി അവർക്ക് ശരിക്കും അവരത് യൂട്ടിലൈസ് ചെയ്തു പോയത്. അവർ കളിക്കണതിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചാർജ് ചെയ്ത് അതിൽ കയറുക ചെയ്തത്. മോൾക്ക് പിന്നെ റൈഡുകളിൽ കയറണം എന്നല്ലായിരുന്നു, അധികവും ഓടി നടക്കണം, അവിടെ എല്ലാം ഓടി നടന്ന് കാണണം, അങ്ങനെയായിരുന്നു. പിന്നെ അവൻ വേറെ ഒരു ഗെയിം കളിച്ചിട്ട് ഷൂട്ടിങ് എന്തോ ആണ്. അത് ആൾ കുറേ സ്കോർ ചെയ്തു നല്ലോണം. കൂടെ കളിച്ചിരുന്ന കുട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഔട്ടായി. പക്ഷെ അവൻ കുറേ നേരം സ്കോർ ചെയ്തു നല്ലോണം. 6000 എത്രയോ പോയിൻ്റൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ വൈമാളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വൈമാളിൽ തൃപ്രയാർ. പക്ഷെ അവിടെ ഇത്രയും ഗെയിംസ് ഇല്ല. അത് ഗെയിംസ് കുറവാണ് അവിടെ. അവിടെയും കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഗെയിംസ് അന്ന് പോയിട്ട് കളിച്ചിരുന്നു. അവിടെ ഗെയിംസ് കുറവാണ്, ഇവിടെ ഗെയിംസ് കൂടുതലുണ്ട്. ഇത്രയും വലിയ മാളല്ലല്ലോ അത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇടയ്ക്ക് തൃപ്രയാർ പോകുമ്പോൾ പോകാറുണ്ടായിരുന്നു. ഇത് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലത്തെ ഷൂട്ടിംഗ് ആണ് കേട്ടോ കുറച്ചധികം ഗെയിംസ് അവർ ചെയ്തത്. ആൺകുട്ടികൾക്ക് പിന്നെ അങ്ങനത്തെ ഗെയിംസ് ആണല്ലോ അധികം. ചേട്ടൻ ചെയ്യണുണ്ടപ്പോൾ അവൾക്കും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവളും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൈക്കിൽ അങ്ങനെയൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു മോളെ. പിന്നെ എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ. അപ്പോൾ എല്ലാവർക്കും ഓണം അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് കരുതണു. ആ ഗെയിം അങ്ങനെ ഓവറായിട്ടുണ്ട്. ഈ ഗെയിമിലാണ് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തത്. കാരണം കുറേ സ്കോർ ചെയ്തു ആൾ. അപ്പോൾ അത് കണ്ടിട്ട് മോളും ഷൂട്ട് ചെയ്യണ വേറൊരു ഗെയിമിൽ കയറിയിട്ടുണ്ട്. അത് അവളെല്ലാം ഷൂട്ട് ചെയ്യണേ, ചേട്ടൻ ഷൂട്ട് ചെയ്ത് കൊടുക്കണം. അവൾക്കത് പ്രസ് ചെയ്യാൻ അറിയണില്ല. അപ്പം എന്നാലും ചേട്ടൻ ചെയ്ത പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ ആൾക്ക് ഇത്. അതിൻ്റെ ഇടയിൽ പിന്നെ മോൻ പോയിട്ട് എന്തോ 3D സിനിമയോ എന്തോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവള് ബൈക്കുമ്പോൾ കയറിയ ടൈമിൽ അവൻ അതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ അതെടുത്തില്ല. ആ ബൈക്കിൽ കയറി അവൾ ഇതങ്ങനെ ഇങ്ങനെയും ചെറിയുമ്പോൾ ആൾ ഇരിക്കുന്നുണ്ടെന്നോ ബാക്കിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ധൈര്യത്തിൽ ഇരിക്കണ പോലെ. പക്ഷെ നല്ല പേടിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ആൾ ഒരു പേടിയില്ലായിരുന്നു. പിന്നെ വേറെ റൈഡിൽ കയറാനായിട്ട് ആൾ കൂട്ടാക്കുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കൊണ്ടുപോയി നോക്കിയിട്ടാണ് ആളോട് ഓരോന്ന് പറഞ്ഞൊക്കെ ഇതായപ്പോഴാണ് ആളൊന്ന് ഫ്രീ ആയി. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ബൈക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയണാണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായി അതിലിരുന്നിട്ട്. പിന്നെ അച്ഛൻ നിൽക്കണ കാരണം വേറെ ഒന്നും പറയില്ല. പിന്നെ അത് ഇവിടെ ഇതിലിരുത്താൻ കുറച്ച് പ്രയാസപ്പെട്ടു. കാരണം വേണ്ടാന്ന് പിന്നെ ഇരുത്തി കാണിച്ചു കൊടുത്തതിൽ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴാണ് പിന്നെ ആൾ അതിലിരുന്നത്. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇതെന്താ നമ്മൾ പാരച്യൂട്ടിൽ ഇറങ്ങുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അതിലിരുന്നു. ഇത്തിരി സ്പീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര സ്പീഡ്. അത് പതുക്കെ പോവുള്ളൂ. എങ്കിലും ആൾക്ക് പേടിയുണ്ടായിരുന്നു. കഴിഞ്ഞോ ഇറങ്ങാറായോ എന്നായി ചോദിക്കണേ. അതിങ്ങനെ പൊന്തുമ്പോഴും താഴുമ്പോഴും ആൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഇത്ര സ്പീഡില്ല, ഞാൻ ഇത്തിരി സ്പീഡ് കൊടുത്തതാണ്. പക്ഷേ ആൾക്ക് എന്നാലും ഒരു പേടിയാണ്. അതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴും താഴുമ്പോഴും ഒരു പേടിയാണ്.
പിന്നെ ആളങ്ങനെ അധികം ഗെയിമിലൊന്നും കയറിയില്ല. പിന്നെ മോനാണ് കയറിയത്. അവൻ ഈ കാർ റേസിങ് അതേപോലെ ഓരോ ഇതിൽ അവനാണ് കയറിയത്. അപ്പം അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇനി ഞാനിങ്ങനെ നിങ്ങളോട് ഓരോന്ന് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിതാ ഒരു ഗെയിമിലും കൂടി കയറി കഴിയുമ്പോൾ ഞങ്ങൾ ഗെയിമിൽ കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ ഞങ്ങളിതാ ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് 3-4 ഐറ്റംസ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, നല്ല തിരക്കായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങളിതാ തിരിച്ച് പോവാണ്. അപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വേഗം പോവാണ്. അപ്പോൾ ഇനി നമ്മുടെ മേക്കിംഗ് വീഡിയോസിൽ പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുക വരെ എല്ലാവർക്കും ബൈ.